ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ഒന്ന് വെറുതെ കറങ്ങിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വീട്ടിലിപ്പോൾ ചോറും കറിയൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല, അതിനായിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് കഴിയണം അല്ലേ? പട്ടിണി തന്നെയാണ്. അല്ല, പട്ടിണിയല്ല. ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ബലദീയൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 2 മാസമായി നിന്നതിന് ശേഷം അടുക്കളയിലേക്ക് എൻ്റെ അച്ഛൻ കയറിയിട്ട് പോലില്ല. അതുകൊണ്ട് തന്നെ അടുക്കള മൊത്തം നാശകോശമായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങാൻ. അപ്പോൾ അതുവരെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കോഴീൻ്റെയൊക്കെ ഉള്ള വഴികൾ കൂടെ ഒന്ന് വെറുതെ ഒന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് പ്രാന്താണെന്ന്. ഈ പൊട്ട വെയിലത്ത് നട്ടുച്ചയ്ക്കാണ് നമ്മൾ കറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കറങ്ങാൻ പോവാം. അങ്ങനെ ഇൻട്രോ പറഞ്ഞതിന് ശേഷം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഷോയാണ്, വെറും ഷോ മാത്രം. ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇതെൻ്റെ കണ്ണിൻ്റെ സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഡയലോഗ് ഇട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മതി എൻ്റെ അലമ്പ് ഡയലോഗ് അവിടെ നിർത്തിക്കുന്നു. അതോടുകൂടി ഞാൻ നിർത്തി. ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടക്കുന്നിടയ്ക്ക് ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് ആളുകളെ കാണുമ്പോൾ ഊരി വെക്കും. കാരണം ഞാനൊരു കണ്ണുപൊട്ടത്തിയാണെന്ന് ആളുകൾക്ക് തോന്നരുതല്ലോ, അതിനു വേണ്ടി മാത്രം. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഏട്ടനും ജാനിയും ഏത് ചെടിയും കായും കണ്ടാലും അവിടെ നിന്നോളും. നമ്മുടെ തക്കാളിയുടെ ഏകദേശം ഒരു ചേട്ടനായിട്ട് വരുമോ അല്ലെങ്കിൽ അനിയനായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ചെടിയാണത്. അതിൽ നിന്ന് ചെറിയ കായകൾ പറിക്കുന്നുമുണ്ട്. ആ കായകൾക്ക് ഏട്ടനിട്ട പേരാണ് പൊട്ടിങ്ങ എന്നാണ് തോന്നുന്നത്. ഏട്ടനിട്ട പേരല്ല, ഏട്ടനറിയാൻ തോന്നുന്ന ആ ചെടി പൊട്ടിങ്ങയാണോന്ന് അന്ന് അറിയില്ല. പക്ഷേ ജാനി പറയുന്നത് പൊട്ടിത്തക്കാളി എന്നാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. പൊട്ടിത്തക്കാളിയോ, ജാനിക്ക് എവിടുന്ന് ഈ പേരൊക്കെ കിട്ടി എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ അവൾ ഏട്ടനും എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് ഓരോന്നും അങ്ങോട്ട് ഉണ്ടാക്കി പറയുന്നെ, അതെന്നെ കാരണം. അങ്ങനെ പൊട്ടിത്തക്കാളിയും ഇവിടെ പറിക്കാനുള്ള ഇതായിരുന്നു ജാനിക്ക്. കാരണം ആ കായ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പച്ച കളറുള്ള ഒരു ഇതാണുള്ളത്. അത് കഴിക്കാൻ നമ്മളെ തക്കാളിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ തക്കാളിയുടെ അനുജെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പൊട്ടിങ്ങ കിട്ടിയ സന്തോഷത്തിൽ ജാനി തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് നടക്കുന്ന ജാനിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മുന്നിലേക്കുള്ള വഴികളിലൂടെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ഏരിയയിലുള്ള ബംഗാളി, പാകിസ്ഥാനി എന്നിവരുടെ വീടുകളാണ് നമ്മൾ കാണുന്നത്. പോരാത്തതിന് 2-3 മലയാളികളുടെ വീടും അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴികളിലൂടെയൊക്കെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങോട്ടെടുക്ക് വീഡിയോ, ഇങ്ങോട്ടെടുക്ക് വീഡിയോ, അവിടെ എടുക്ക് വീഡിയോ, ഇവിടെ എടുക്ക് വീഡിയോ എന്ന്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് നേരെ ഈ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടുത്തോളൂ വീഡിയോ, എടുത്തോളൂ. ആ ഭരണം എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫോൺ മെല്ലെ നൈസായി ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ അങ്ങോട്ട് നടന്ന് നീങ്ങി. എൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എൻ്റെ പുത്തൻ റൈബൺ വെച്ച് ഞാൻ അങ്ങോട്ട് നടന്നു തുടങ്ങി. അങ്ങനെ നടന്ന് നമ്മളൊരു ഒമാനിയുടെ വീടിൻ്റെ മുന്നിലെത്തി. ഈ വീടിൻ്റെ മുന്നിലെത്തിയ കാഴ്ച കണ്ടപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. നമ്മൾ ഗൾഫിലാണെന്നുള്ളൊരു അനുഭവം അപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. കാരണം കാരക്കമരം സ്വാഭാവികമായിട്ടും ഗൾഫ് കൺട്രീസിലാണല്ലോ കാണുക. ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഗൾഫിൽ തന്നെയാണെന്നുള്ളത്. അല്ലാതെ ആ വഴിയും ആ വീടും എല്ലാം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മുടെ തന്നെ നാട്ടിലുള്ള ഏതോ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മളിതാ ഈ കാരക്കച്ചെടിയിലേക്ക് വന്നു. വീണ്ടും കാരക്ക മരത്തിലേക്ക് വന്നു. പഴുത്ത് തൊടുത്ത് നിൽക്കുന്ന കാരക്കയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒരിക്കലും പഴുത്തിട്ടില്ല. പച്ച കാരക്ക, കളറ് നല്ല ചുവന്നിരിക്കുന്നുണ്ട്, പക്ഷെ കാരക്ക പച്ചയാണ്. ഇതൊരു 2 മാസം എടുക്കുമായിരിക്കും പഴുക്കാൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാരക്കമരത്തിൻ്റെ പല സൈഡിൽ നിന്നും പല ആംഗിളിൽ നിന്നുള്ള വീഡിയോകളേട്ടൻ തിരിഞ്ഞും മറിഞ്ഞും എടുക്കുന്നുണ്ടായിരുന്നു. ഞാനതെല്ലാം അവിടെ നിന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാനിങ്ങനെ പറയുന്നുണ്ട്, മാറ്റി ഏട്ടാ എടുത്തത്, വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇതെല്ലാം നമ്മൾ കാട്ടിക്കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ നല്ല ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന കാരക്ക കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഏട്ടൻ കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് എടുത്തതാണ്. കാരണം ഇതൊരു കുഞ്ഞ് കാരക്കമരമാണല്ലോ, അത്ര നീളമില്ലാത്ത കാരക്കമരം. പക്ഷേ നീളമില്ലെങ്കിൽ എന്താ, ഉള്ളിൽ മൊത്തം കാരക്കയാണുള്ളത്. അങ്ങനെ കാരക്കമരത്തെ അതിമനോഹരമായി വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ജാനിയുടെ ഒരു മാസ് നടത്തണം. അപ്പോഴത്തേക്ക് എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിയുള്ള ഒരു മാസ് നടത്താം. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയത് നമ്മുടെ
ഒമാനിലെ കേരളം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അന്ന് നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ മൊത്തം പുല്ലായിരുന്നു, നല്ല ഹൈറ്റിൽ വളർന്നിട്ടുള്ള പുല്ലായിരുന്നു. ആ പുല്ലെല്ലാം വെട്ടി കഴിഞ്ഞിട്ടിപ്പോൾ ചെറിയ രീതിയിൽ പുല്ല് വളരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. ഇവിടെ നമുക്കിതാ വീഡിയോ എടുക്കാം, നല്ല നല്ല വ്യൂ ആയിരുന്നു അവിടെ. നമുക്ക് ഡാൻസിന് റീൽസ് എടുക്കാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാമെന്നുള്ള ക്ലാസ് എടുക്കാം എന്നു അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ജാനിനോട് പറഞ്ഞു, ജാനി വേണമെങ്കിൽ ഒരു ഡാൻസ് കളിച്ച് നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ജാനി അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്നും കണ്ട് ഒരു ഡാൻസ് കളിക്കാം, അതും അവളുടേതായിട്ടുള്ള ഭാഷയിൽ തന്നെ ഒരു പാട്ടും പാടിയിട്ടൊരു ഡാൻസ്. അങ്ങനെ ജാനിയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സമയം നോക്കിയപ്പോഴാണ് സമയം 2 മണി, നമ്മളെ നാട്ടിലെ 3:30 മണി. ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങിയ നമ്മൾ ഇതുവരെ റെസ്റ്റോറൻറ്റിലെത്തിയിട്ടില്ല. കണ്ട ഊടുവഴികളിലൂടെയും കാടുകളിലൂടെയും ഒക്കെ നടന്ന് നമ്മൾ വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോഴും ഏട്ടന് കാരക്കമരത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് മതിയായിട്ടില്ല. വീണ്ടും ഓരോ കളറിൽ കാരക്കകളെ കാണുമ്പോൾ ഏട്ടൻ വീണ്ടും വീഡിയോ എടുക്കുക. പച്ച കളറിലുള്ള കാരക്കയും മഞ്ഞ കളറിലുള്ള കാരക്കയും ചുവന്ന കളറും, അങ്ങനെ 3 തരത്തിലുള്ള കാരക്കയാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. അവിടുന്ന് ഞാൻ ആദ്യം ജാനിക്ക് ചോറ് കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ നല്ല ചോറും ബീഫ് കറിയല്ല ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ച് ആശ്വാസം. നല്ല തണുത്ത വെള്ളം കുടിച്ച് ഇനി വീട്ടിൽ പോയി ഒരു ഉറക്കം, അത് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്